കണിവെള്ളരി ഇല്ലാതെ മലയാളിക്ക് എന്ത് വിഷു? വിഷുക്കണിയിൽ പ്രഥമ സ്ഥാനമുണ്ട് കണിവെള്ളരിക്ക്. ഇത്തവണത്തെ വിഷുവിനെ വരവേൽക്കാൻ പാലക്കാട് അമ്പലപ്പാറയിൽ നിന്ന് വിപണിയിലെത്തിയിരിക്കുന്നത് 15 ടൺ കണിവെള്ളരിയാണ്. മയിൽ, കുരങ്ങൻ, മുള്ളൻ പന്നി തുടങ്ങിയവയുടെ ശല്യത്തെയും ജലക്ഷാമത്തെയും പ്രതിരോധിച്ചാണ് ഇത്തവണ വിപണി സജീവമായത്. വിഷുപ്പുലരിയിൽ കണി കണ്ടുണരുമ്പോൾ കണിക്കൊന്ന പോലെ പ്രധാനപ്പെട്ടതാണ് കണിവെള്ളരി. കടും മഞ്ഞ നിറത്തിൽ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്ന കണിവെള്ളരി ആരെയും ആകർഷിക്കും. വിഷുവിപണി ലക്ഷ്യമിട്ട് പാലക്കാട് അമ്പലപ്പാറയിൽ വിളഞ്ഞത് 16 ടൺ കണിവെള്ളരിയാണ്. അറവക്കാട് കൊട്ടേക്കാട്ടിൽ ഗോപാലകൃഷ്ണൻ വിഷുവിപണി മുന്നിൽ കണ്ട് നടത്തിയ കൃഷിയിലാണ് മികച്ച വിളവ് ലഭിച്ചത്. കുട്ടാറാംകുളം പാടശേഖര സമിതിയുടെ കീഴിലുള്ള 86 സെന്റ് സ്ഥലത്താണ് ഗോപാലകൃഷ്ണൻ വെള്ളരി കൃഷി ഇറക്കിയത്. ഈ സീസണിൽ ഏകദേശം 600 കിലോയിലധികം വെള്ളരി വിളവെടുത്തു കഴിഞ്ഞു. ആശ്രയ പച്ചക്കറി സംഘത്തിൽ ഞങ്ങൾ 20 പേര് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷു കണക്കാക്കിയിട്ടാണ് വെള്ളരി ചെയ്യൽ. അപ്പോൾ അതിൽ തെറ്റില്ലാത്ത അളവ് കിട്ടിയിട്ടുണ്ട്. മിതമായ വില കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ സമയത്തും ഞങ്ങൾ പ്രതീക്ഷിക്കാറ്. വിളവെടുത്ത വെള്ളരികൾ ഒറ്റപ്പാലത്തെ മൊത്തവ്യാപാര കേന്ദ്രങ്ങളിലേക്കും അമ്പലപ്പാറ പ്രദേശത്തെ ചില്ലറ വ്യാപാരികൾക്കുമായാണ് നൽകുന്നത്. ഗോപാലകൃഷ്ണൻ ഉൾപ്പെടുന്ന ആശ്രയ പച്ചക്കറി സംഘവും ഇത്തവണ വലിയ തോതിലുള്ള കൃഷിയാണ് നടത്തിയത്. 18 അംഗങ്ങൾ അടങ്ങുന്ന ഈ കൂട്ടായ്മ 7.5 ഏക്കറിലായി നടത്തിയ കൃഷിയിൽ നിന്നും 15 ടണ്ണോളം വെള്ളരി വിളവ് ലഭിച്ചു. വിഷുക്കാലത്ത് വിപണിയിൽ മികച്ച വില ലഭിക്കുമെന്ന വലിയ പ്രതീക്ഷയിലാണ് ഇതിലെ ഓരോ അംഗങ്ങളും. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.